നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ഗിരി എവിടെ മോളെ? വന്നില്ലേ? നേരാണല്ലോ, പറയും പോലെ ഗിരി എവിടെ? മുഹൂർത്തത്തിന് ഇനി ഒരുപാട് സമയമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്ന് തൊഴുതു വന്നാലും. അത് നല്ല കാര്യം. കല്യാണ ചെറുക്കന്റെയും പെണ്ണിന്റെയും പേരിൽ ഓരോ പുഷ്പാഞ്ജലി നടത്താം. വാ മോളെ. വാ മോളെ. ചേച്ചി എടാ, അത് ഓഫീസിൽ എന്തോ തിരക്കായതുകൊണ്ടേ ഗിരി കുറച്ച് ലേറ്റ് ആയിട്ട്. എന്തോന്നാ സുമി നീ പറയുന്നത്? അവൻ ഓഫീസിൽ തിരക്കോ? അതും ഇന്നത്തെ ദിവസം. ഒന്നും അല്ലെങ്കിലും അവന്റെ സ്വന്തം അനിയന്റെ കല്യാണമല്ലേ നടക്കുന്നത്, അതവൻ അറിയില്ലേ? ഇന്നലെ കല്യാണം നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതല്ലേ. മാറ്റിവെക്കാൻ പറ്റാത്ത വല്ല തിരക്കുകളും ഉണ്ടാവും അവന്. അവൻ വന്നോളും, എന്തായാലും വരാതിരിക്കില്ല. ഇല്ല, ഗിരി വരില്ല. ഞാനതെങ്ങനെ ഇവരുടെ അടുത്ത് പറയും ഭഗവാനെ? അമ്മേ വാ, നമുക്ക് അപ്പോഴേക്കും പോയി തൊഴുതു വരാം. വരൂ. വരുന്നമ്മ. ഹലോ സുമി. എന്തായടാ? എന്താവൻ? എല്ലാവരും അമ്പലത്തിലെത്തി. അവിടെ എന്തായി അത് പറ. നിങ്ങൾ എവിടെയാ? നിങ്ങൾ എവിടെയാ സ്നേഹേ? ഞങ്ങള് വന്നോണ്ടിരിക്കേ സുമി. നിങ്ങൾ എപ്പോഴാ എത്തുന്നത്? ഗിരിയോ ഇല്ല. നിങ്ങളെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതൊരു താങ്ങായിരുന്നേനെ. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ എത്തും സുമേ. അച്ഛനും അമ്മയും ശ്രീകുട്ടനും എല്ലാവരും എന്നോട് ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുക സ്നേഹ. ഗിരി വരില്ലെന്ന് ഞാൻ അവരുടെ അടുത്ത് എങ്ങനെയാ പറയാ? അതറിഞ്ഞു കഴിയുമ്പോ എന്ത് കോലാഹല അമ്മ ഉണ്ടാക്കാൻ പോകുന്നെന്ന് ഓർത്തിട്ട് എനിക്ക് സമാധാനമില്ല. ഗിരി പൂർണ്ണ മനസ്സോടെയല്ല ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് അവർക്ക് മനസ്സിലായ അതൊട്ടും നന്നാവില്ല. ശ്രീകുട്ടനും അമ്മയും എങ്ങനെയാ പ്രതികരിക്കാന്ന് പോലും പറയാൻ പറ്റില്ല. അവരുടെ ഉള്ളില് ഇന്നത്തെ ദിവസത്തിന് സന്തോഷം ഇല്ലാണ്ടാക്കാൻ അത് മതി. നീ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് കൂട്ടല്ലേ എന്റെ സുമി. എല്ലാത്തിനും ഞങ്ങളൊരു പരിഹാരം കണ്ടെത്താന്ന് പറഞ്ഞതല്ലേ. നീ ഒന്ന് വിശ്വസിക്കും ഞങ്ങളെ. ഞങ്ങൾക്ക് അല്പം സമയം താ. ഗിരിയുടെ വാശി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ സ്നേഹ. ഗിരി ഈ കല്യാണത്തിന് വരില്ല. എത്ര നിർബന്ധിച്ചാലും വരില്ല. അതിനുവേണ്ടി ശ്രമിച്ചാ ഇനി നിങ്ങളുടെ വൈകുമെന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കല്യാണത്തിന് വരാത്തതിന് എനിക്ക് ഒരിക്കലും ഗിരിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് ഗിരിയുടെ മനസ്സ് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഇപ്പോ ഗിരി വരാത്തതിന്റെ ഒരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും. അതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും ഒന്ന് എത്താൻ നോക്കൂ പ്ലീസ്. ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നിങ്ങൾ എന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും കരകയറ്റിയേ പറ്റൂ. ഒരു ടെൻഷനും വേണ്ട, ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ഏറിയാൽ ഒരു 20 മിനിറ്റ്, അതിനുള്ളിൽ അവിടെ എത്തിയിരിക്കും. സുമി ധൈര്യമായിട്ട് ഇരിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.